ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രാജാ और വിദ്രോഹി എന്ന് പറയുന്ന പാഠത്തിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഇത് ക്ലാസ് 9 ഹിന്ദിയിൽ വരുന്ന ഒരു പാഠമാണിത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ടെക്സ്റ്റ് ബുക്ക് സൈഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാഠം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് നോക്കുക, നമ്മളുടെ ചാനലിൽ ഉണ്ട്, അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ സഹിതം. ഓക്കെ, സോ അപ്പം ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് നമുക്ക് പോകാം. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. ഇന്ന് ഈ പാഠത്തിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ये सिर्फ खेल है, राजेन के राजा बनने में हर्ष क्या है, बाद में तुम्हारी भी राजा बनने की बारी आएगी, इस कदम से बच्चों के खेल की कौन सी विशेषता प्रकट होती है എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഈ നാടകം കുട്ടികൾ പ്രസൻറ്റ് ചെയ്യുന്നതായിട്ടാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത്. അതാണ് കുട്ടികൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അതുപോലെ തന്നെ ആര് രാജാവാവും എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ അവർ ആര് രാജാവാൻ എല്ലാവർക്കും താല്പര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ് സീനിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണിത്. യേ സിർഫ് ഖേൽ ഹേ, ഇതെന്താണ്, ഇത് ജസ്റ്റ് ഒരു പ്ലേ മാത്രമാണ്. രാജൻ കെ രാജാ ബന്യമേ ഹർസ് ക്യാ ഹേ, ഇപ്പോൾ രാജൻ എന്ന് പറയുന്ന കുട്ടി രാജാവായതുകൊണ്ട് എന്താണ് പ്രശ്നം. അപ്പോൾ അവിടെ കടന്നു വരുന്ന ഒരു ക്യാരക്ടർ പറയുന്ന ഡയലോഗാണിത്. ബാദ് മേ തുമാരി ബി രാജാ ബന്നേക്ക് ബാരി ആയി, ശേഷം എന്താണ് നിങ്ങൾക്കും രാജാവാനുള്ള അവസരം കിട്ടും. ഓക്കെ, ഇസ് കഥൻ സെ ബച്ചോं के खेल की कौन सी विशेषता प्रकट होती है. അപ്പം ഇവിടെ കുട്ടികളുടെ കളികളിലെ എന്ത് വിശേഷതയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കുട്ടികളൊക്കെ ഒരു നാടകം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഒരാൾ ഒരു പ്രാവശ്യം രാജാവാണെങ്കിൽ അടുത്ത പ്രാവശ്യം മറ്റൊരു കുട്ടിക്ക് അവിടെ അവസരം കൊടുക്കും. ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടി ഇപ്പോൾ ക്ലാസ് ലീഡറായിട്ട് തിരഞ്ഞെടുത്തു, പക്ഷേ അടുത്ത വർഷം എന്താണ് മറ്റൊരു കുട്ടിയെ ആയിരിക്കും ഒരു പക്ഷേ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഓരോ പ്രാവശ്യം എന്താണ് പലർക്കും അവസരങ്ങൾ കിട്ടും. ഓക്കെ, അങ്ങനെ പല അവസരങ്ങളും കിട്ടാൻ വേണ്ടിയാണ്. അപ്പം കുട്ടികളുടെ ഈ കളികൾ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലും ആ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രാവശ്യം രാജൻ എന്ന് പറയുന്ന കുട്ടി രാജാവായി, അടുത്ത പ്രാവശ്യം മറ്റൊരാൾക്ക് അവസരം കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് ഫസ്റ്റ് സീനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഏറ്റവും സിമ്പിളായിട്ട് ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു 4 സെൻറ്റൻസിൽ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, ओके, बच्चों के खेल में सभी को ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. बच्चों के खेल में सभी को राजा बनने का मौका मिलता है, हर बार सभी बच्चे अपनी बारी बदलते हैं, वे अलग अलग भूमिकाएं निभाते हैं, इससे खेल मज़ेदार और सबके लिए बराबर होता है. ഒരു 4 സെൻറ്റൻസിലായിട്ടാണ് ഞാനിതിൻ്റെ ആൻസർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ സെൻറ്റൻസും നമുക്ക് ഓരോ സെൻറ്റൻസായിട്ട് നമുക്ക് നോക്കാം. ബച്ചോं के खेल में सभी को राजा बनने का मौका मिलता है. അപ്പോൾ കുട്ടികളുടെ ഈ കളികൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ നാടകം എടുക്കുകയാണെങ്കിൽ എന്താണ് എല്ലാവർക്കും രാജാവാനുള്ള അവസരം കിട്ടും. ഒരു പ്രാവശ്യം ഈ കുട്ടിയാണെങ്കിൽ മറ്റൊരു തവണ അല്ലെങ്കിൽ അടുത്ത തവണ മറ്റൊരു കുട്ടിക്കായിരിക്കും ആ അവസരം കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, മോക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം എന്നാണ്. ഓക്കെ, മോക്ക മിൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം കിട്ടുക. ഹർ ബാർ സബി ബച്ച് അപ്നി ബാരി ബദൽത്തേ ഹെ, ഓരോ പ്രാവശ്യം കുട്ടികൾ അവരുടെ ആ റോൾസ് മാറ്റിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ബാരി ബദൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊഴം. അപ്പോൾ ഒരു പ്രാവശ്യം ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അവിടെ അവസരം കിട്ടും രാജാവാനുള്ള. ഓക്കെ, അതുപോലെ തന്നെ മറ്റു ക്യാരക്ടേഴ്സ് ആവാനുള്ളതും. ഓക്കെ, വേ അലഗ് അലഗ് ഭൂമികയെ നിഭാത്തേ ഹെ, ഭൂമിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറാണ് അല്ലെങ്കിൽ റോൾ. അവർ പല പല റോൾസ് അവർ അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇസ്സെ ഖേൽ, അപ്പോൾ എന്താണ് ഇങ്ങനെ ഓരോ പ്രാവശ്യം മാറി വരുമ്പോൾ ഒരു പ്രാവശ്യം രാജാവാണെങ്കിൽ അടുത്ത പ്രാവശ്യം മന്ത്രിയാവും അല്ലെങ്കിൽ സേനാപതിയാവും. അപ്പോൾ എന്താണ് ഒരാൾക്ക് തന്നെ പല റോൾസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി അവിടെ കിട്ടുന്നുണ്ട്. ഈസെ ഖേൽ മസേദാർ ഓർ സബ്കേലിയെ ബരാബർ ഹോത്താ ഹെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നാടകം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു തുല്യ അവസരം അവിടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷനുള്ളൊരു അവസരം കൂടി അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ് കുട്ടികളുടെ ബച്ചോं के खेल की വിശേഷത എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇതൊക്കെയാണ്. ഓക്കെ, എന്താണ് എല്ലാവർക്കും അവസരം കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു 4 സെൻറ്റൻസായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടി കുറയ്ക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി വായിക്കാം.
बच्चों के खेल में सभी को राजा बनने का मौका मिलता है। हर बार सभी बच्चे अपनी बारी बदलते हैं। वे अलग अलग भूमिकाएं निभाते हैं। इससे खेल मज़ेदार और सबके लिए बराबर होता है. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ സിമ്പിളാക്കാം. എന്താണ്? हर बच्चे को राजा बनने का मौका मिलता है क्योंकि उनके जो उनकी जो बारी बदलते हैं, सभी बच्चे अपनी बारी बदलते हैं और इसके अलावा वे अलग अलग भूमिकाएं निभाते हैं. ഓക്കെ, അത്ര എഴുതിയാലും മതിയാവും. ഓക്കെ, ഏകദേശം ഒരു 2 മാർക്കിനൊക്കെ എഴുതാവുന്ന രീതിയിൽ ആൻസർ കുറച്ച് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ ഇത് കൂടുതൽ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കൂടുതൽ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിനകത്തെ രണ്ടാമത്തെ സൈഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പാഠം കൂടി നോക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.